ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2213. ഇന്ന് ജനുവരി മാസം 21-ാം തീയതി. നമ്മൾ ഒരുമിച്ചാണ് ശരിക്കും നടക്കുന്നത്. ഒരു വീടിനകത്തുള്ള ദമ്പതികളായാലും അവരുടെ മക്കളായാലും മുതിർന്നവരായ മാതാപിതാക്കളായാലും ഒരുമിച്ചാണോ നടക്കുന്നത്? ഒരുമിച്ച് നടന്നെങ്കിൽ മാത്രമേ ഒരുമിച്ച് ജീവിക്കാനാവൂ. വിവാഹാലോചന നടക്കുകയാണ് വീട്ടിൽ. വധുവരന്മാരുടെ കുടുംബങ്ങൾ വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവച്ചു, കാപ്പി കുടിച്ചു. വരന്റെ വീട്ടുകാർ പോകാൻ ഇറങ്ങുകയാണ്. അവരെ യാത്രയേക്കാനായിട്ട് വധുവിന്റെ വീട്ടുകാരോടൊപ്പം വധുവും പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റത്തേക്കിറങ്ങിയ അവൾ തൻ്റെ ചെരുപ്പാണ് ഇട്ടതെന്ന് പെട്ടെന്ന് വരൻ മനസ്സിലാക്കുന്നു. വരൻ പറഞ്ഞു, ഇയാള് ചെരുപ്പ് മാറിയിട്ടിരിക്കുന്നത്, അതെൻ്റേതാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുകയായിരുന്നു, മാറിപ്പോയതല്ല, ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. ഒരായുസ് മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് ഒരടിയെങ്കിലും നിങ്ങളുടെ ചെരുപ്പിട്ട് നടക്കാൻ കഴിയുമോ എന്ന് നോക്കിയതാണ്. ആരുടെയെങ്കിലും ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രമിക്കേണ്ടത്, പഠിക്കേണ്ടത് അവരായി നടക്കാനാണ്. ഒരേ വികാരവും വിചാരവും ഒരുമിച്ച് നടന്നതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല കേട്ടോ. അതിന് ഒരേ വെയിലിൽ വിയർക്കണം, ഒരേ പുഴയിൽ കുളിക്കണം. പരസ്പരം മനസ്സിലാക്കാതെയും പരസ്പരം വിശ്വസിക്കാതെയും എത്ര നാൾ വേണമെങ്കിലും ഒപ്പം നടന്ന് ആർക്കു വേണേലും അഭിനയിക്കാൻ പറ്റും. ഒരിക്കലും കണ്ടുമുട്ടാത്ത, കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകൾ പോലെ, റെയിൽവേ ലൈൻ പോലെ കോലാഹലങ്ങളില്ലാതെ ആ സഹവാസം അങ്ങനെ നീണ്ടു പോയി അവസാനിച്ചു. ഒരു ദിവസം കൊണ്ട് എന്നോട് പൊരുത്തപ്പെടണമെന്ന വാശിയോടുകൂടി ആരും ജീവിക്കാതിരിക്കുക. നീ ഞാനാകണം എന്ന ചിന്തയേക്കാൾ എപ്പോഴാണ് ഞാനാവുന്നതും നീയാവുന്നതും ഒക്കെ. വിശുദ്ധ വേദം പരിശോധിച്ചാൽ ഒരുമിച്ച് നടന്ന കുറേയധികം ദമ്പതികളുടെ ചരിത്രമുണ്ട്. ദാമ്പത്യത്തെ കുറെ കൂടി ഒന്ന് ബലവത്താക്കാനും മക്കൾക്ക് കുറെ കൂടി പ്രകാശം കിട്ടാനൊക്കെ ആയിട്ട് ഒന്ന് തിരയുന്നത് നല്ലതാണ്. ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ദമ്പതികളാണ് യൗസേപ്പും മറിയവും. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ലോകമൊക്കെയും പേർവഴി ചാർത്തപ്പെടണമെന്ന കൈസറുടെ ആജ്ഞ പുറപ്പെട്ടപ്പോൾ യൗസേപ്പ് തന്റെ ഭാര്യയായ മറിയയും കൂട്ടി ഗലീലായിലെ നസ്രയത്ത് പട്ടണത്തിൽ നിന്ന് ബേത്ലഹേമോളം യാത്ര ചെയ്യുന്ന സംഭവം വിവരിക്കുന്നില്ലേ? അവർ ഒരുമിച്ച് നടന്നു, അവർ ഒരുമിച്ചിരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ആരാധിച്ചു, വേദനകൾ ഒരുമിച്ച് പങ്കിട്ടു. അങ്ങനെ ബന്ധങ്ങളെ കുറെ കൂടി ഒന്ന് ബലപ്പെടുത്താനായിട്ട്, കുറെ കൂടി അടുപ്പത്തിലാക്കാനായിട്ട് നമുക്കും പ്രാർത്ഥനയും പ്രവൃത്തിയുമാകാം. ആമേൻ.